ഹായ്, ഞാൻ ജോണകശി. പെരുവേലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആനന്ദത്തെക്കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ സമൂഹത്തെ നോക്കുമ്പോൾ നമുക്കറിയാം, ആനന്ദമില്ലാത്ത, സന്തോഷമില്ലാത്ത ഒരു സമൂഹമായിട്ട് നാം അധപ്പതിച്ചിരിക്കുന്നു. മണ്ടരി ബാധിച്ച് തലപോയ തെങ്ങ് പോലെയാണ് ഓരോ ക്രിസ്ത്യാനിയും ജീവിക്കുന്നത്. ഇങ്ങനെ സന്തോഷം നഷ്ടപ്പെട്ട നമ്മൾ സന്തോഷം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ലോകം തരുന്ന സന്തോഷത്തിലേക്ക് നമ്മൾ ചെന്നുപെടുകയാണ്. കുറേ പേര് മദ്യത്തിലേക്ക്, കുറേ പേര് പ്രത്യേകിച്ച് യുവാക്കളൊക്കെ മയക്കുമരുന്നിലേക്ക്, സെക്സിലേക്ക്, പണമോഹത്തിലേക്ക് നാം കൂപ്പുകുത്തുന്നു. ഇങ്ങനെ ലോകം തരുന്ന ഒരു സന്തോഷവും അതൊരു ലോങ് ടൈമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നിലനിർത്താൻ പറ്റുന്നില്ല. ഉദാഹരണത്തിന്, ഒരു മദ്യപാനി മദ്യം കഴിക്കുമ്പോഴും അതിനുശേഷവും അവന് ചെറിയ ഒരു ഹരം, ഒരു സന്തോഷം ജീവിതത്തിലുണ്ടാവും. എന്നാൽ ആ മദ്യത്തിന്റെ കെട്ട് അഴിയുമ്പോൾ അവൻ വീണ്ടും പഴയപടി, ചിലപ്പോൾ അതിനേക്കാൾ മോശം നിലവാരത്തിൽ അവൻ എത്തപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഈ കൊള്ളിവെപ്പും ആക്രമണവും കൊലപാതകവും കൂടിക്കൂടി വരികയാണ്. പ്രത്യേകിച്ച് കോവിഡ് കഴിഞ്ഞതിന് ശേഷം ഒരു വല്ലാത്ത അവസ്ഥയിലൂടെയാണ് ലോകം കടന്നു പോകുന്നത്. ഈ കൊച്ചു കേരളത്തിൽ പോലും എന്തൊരു ആക്രമണമാണ് നടക്കുന്നത്. എല്ലാവർക്കും എന്തോ ഒന്ന് നഷ്ടപ്പെട്ടതുപോലെ ശരിക്കും ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. ക്രിസ്ത്യാനികൾക്കും അവരുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവ് നമുക്ക് ജീവൻ നൽകാൻ വന്നവനാണ്. സന്തോഷിക്കാനും ആനന്ദിക്കാനും ഉല്ലസിക്കാനുമാണ് അവൻ നമ്മളെ ബോധ്യപ്പെടുത്തിയത്. അവൻ നമുക്ക് വേണ്ടി ഒരു ബലിയായി തീർന്നത് ഈ സന്തോഷം എന്നും നമ്മുടെ ജീവിതത്തിൽ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. പക്ഷേ നാം ലോകത്തിൻ്റെതായ തെറ്റായ മാർഗത്തിലൂടെ, പാപത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ സന്തോഷം, ഈ ഒരു സ്വർഗീയ ആനന്ദം അനുഭവിക്കാൻ നമുക്ക് പറ്റുന്നില്ല. പ്രത്യേകിച്ച് യുവാക്കളൊക്കെ ഈ മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമപ്പെട്ടിട്ട് എന്ത് ചെയ്യേണ്ടതെന്ന് അവർക്ക് പോലും ഒരു ധാരണയില്ലാത്ത രീതിയിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ അതിന്റെ പ്രതിഫലനം ഈ സമൂഹത്തെ പിന്നോട്ടടിക്കുകയാണ്. ഒരു താൽക്കാലിക സന്തോഷം നമ്മളെ ഒരു ഡോപമൈൻ ട്രാപ്പിലേക്ക് കൊണ്ടുപോവുകയാണ്. ഫുഡ്, ബീവറേജ്, സെക്സ്, മയക്കുമരുന്ന്, മദ്യം മുതലായവ നമ്മുടെ ശരീരത്തിൽ ഒരു കെമിക്കൽ മെസ്സഞ്ചർ സൃഷ്ടിക്കുന്നതായി ആരോഗ്യ വിദഗ്ധർ പറയുന്നു. അതോടൊപ്പം തന്നെ പണം നേടണം എന്നല്ല ഒരു ചിന്തയും അതിൽ സന്തോഷം കണ്ടെത്തുന്നവര് ജീവിക്കാൻ മറന്നുപോകുന്ന ഒരു അവസ്ഥ, നമ്മെ മറന്നുപോകുന്ന ഒരവസ്ഥ. മസ്തിഷ്കം ഒരു ഡോപമൈൻ ട്രാപ്പിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പുക വലിക്കുന്ന ഒരാൾ, സിഗരറ്റ് വലിക്കുന്ന ഒരാൾ, അയാൾക്ക് ആ സമയത്തും അതിന് ശേഷം കുറച്ച് മിനിറ്റും അയാൾക്ക് സന്തോഷം, ഒരു ഹരം തോന്നാം. വീണ്ടും ആ ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും അയാൾ പഴയപടിയാകുന്നു. വീണ്ടും അയാൾ സിഗരറ്റ് വലിക്കാൻ അയാളെ ബ്രെയിൻ ഉത്ബോധിപ്പിക്കുന്നു. വീണ്ടും അയാൾ സിഗരറ്റ് വലിക്കുന്നു. ഇങ്ങനെ ഈ സന്തോഷം നമ്മൾ സൃഷ്ടിച്ചു കൊണ്ടേയിരിക്കാൻ ബ്രെയിൻ നമ്മളെ ഉത്തേജിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു ഡോപമൈൻ ട്രാപ്പ്, അത് നമ്മളെ പിടിപെട്ടുകൊണ്ടിരിക്കുന്നു. ഉണ്ടാക്കുന്ന സന്തോഷത്തെ നിലനിർത്താൻ കഴിയാതെ വരുമ്പോൾ വീണ്ടും സന്തോഷം സൃഷ്ടിക്കാൻ മസ്തിഷ്കം നമ്മളെ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മൾ റെഗുലറായ ഒരു ദുശീലത്തിലേക്ക്, ഒരു പാപത്തിലേക്ക് വീണുകൊണ്ടിരിക്കുന്നു. റയറായ ഒരു സന്തോഷം, ഒരു ആനന്ദമാണ് നമുക്ക് ആവശ്യം. ആനന്ദം ഒരു റൊട്ടീൻ പോലെ നടക്കണം. ഒരു ലോങ് ടൈം ആനന്ദം നേടാൻ നമുക്ക് കഴിയണം. പ്രഭാഷകന്റെ പുസ്തകം 30:22, ഹൃദയാനന്ദം ഒരുവന്റെ ജീവനും സന്തോഷം അവന്റെ ആയുസ്സും ആണ്. ഈശോക്കറിയാം, സമാധാനവും ഇല്ലെങ്കിൽ ഈ ജീവനും സന്തോഷവും നിലനിർത്താൻ പറ്റില്ല. അത് നമുക്ക് ജീവൻ നൽകാൻ വേണ്ടിയിട്ടാണ് അവൻ ഒരു കഷ്ണം അപ്പത്തിനോളം, ഒരു തുള്ളി വീഞ്ഞിനോളം ചെറുതായത് എന്ന് നാം എപ്പോഴും ഓർക്കണം. സമാധാനം ഉള്ളിടത്ത് മാത്രമേ ആനന്ദവും പുരോഗതിയും സന്തോഷവും ലഭിക്കൂ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14:27, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു എന്ന്
ഈശോ പറയുമ്പോൾ ഈശോക്കറിയാം ഈ സമാധാനമില്ലെങ്കിൽ മനുഷ്യ മക്കൾക്ക് നിലനിൽക്കാൻ പറ്റില്ല. പ്രിയപ്പെട്ടവരെ, ഈ സമാധാനമാണ് എല്ലാ ദേവാലയങ്ങളിലും വിശുദ്ധ കുർബാനയിൽ നടക്കുന്നത്. ഈ സമാധാനമാണ് നാം വിശുദ്ധ കുർബാനയിൽ അനുഭവിക്കേണ്ടത്. ഈ ഒരു സമാധാനത്തിലേക്കാണ് നാം ജീവിക്കേണ്ടത്. ഈ ഒരു സമാധാനമാണ് നമുക്കൊരു ലോങ് ടൈം സന്തോഷവും ആനന്ദവും ലഭിക്കാൻ കഴിയുന്നത്. ഇത് ബുദ്ധിയെ, മസ്തിഷ്കത്തെ പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് പറ്റണം. പ്രാർത്ഥനയിലൂടെ നമ്മുടെ ബോഡിയെ ജനറേറ്ററാക്കാൻ കഴിയണം. എന്നിട്ട് മസ്തിഷ്കത്തെ പുഷ് ചെയ്യാൻ പറ്റണം. വചനം ധ്യാനിച്ച് ക്ലബ് ചെയ്ത് വെക്കാൻ നമുക്ക് സാധിക്കണം. ഈശോയെ അനുഭവിക്കാനുള്ള പ്രയത്നം മുതൽ നമുക്ക് ഈ ഒരു ആനന്ദം ലഭിക്കാൻ തുടങ്ങും. നമ്മുടെ പ്രതീക്ഷ അവനിലാണെന്ന് നാം ബ്രെയിനെ ബോധ്യപ്പെടുത്തണം. ആത്മീയ വർക്കൗട്ടിലൂടെ പതുക്കെ പതുക്കെ ഒരു ആനന്ദം നേടാൻ നമ്മളെ ബ്രെയിനെ നമ്മൾ ഉപയോഗിക്കണം. സ്വർഗത്തെക്കുറിച്ച് സ്വപ്നം കാണാൻ പറ്റണം. ആ സ്വർഗത്തെക്കുറിച്ചുള്ള കൗതുകവും ആകാംക്ഷയും എന്നും ജീവിതത്തിൽ നിലനിർത്താൻ നമുക്ക് പറ്റണം. അതിന് മുൻകൂട്ടി ഒരു ഗോള് സ്വയം സൃഷ്ടിച്ച് പ്രയത്നിക്കാൻ ആരംഭിക്കണം. ഈ ഗോള് ദൈവവചനമാണ്. ആ ഗോള് നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ലോങ് ടൈം സന്തോഷം, ആനന്ദം നേടാൻ പറ്റും. നമ്മുടെ ഈ ജനനം അതിനൊരു എൻഡ് ഉണ്ടെന്ന് എപ്പോഴും നമ്മൾ ഓർക്കണം. വീണ്ടും നമ്മൾ ജനിക്കുന്നത് അവന്റെ കൂടെയാണെന്ന് നാം ഓർക്കണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മളെ ബ്രെയിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് പറ്റണം. എന്നിട്ട് ഈശോ തരുന്ന ആനന്ദം അനുഭവിക്കാൻ നമുക്ക് പറ്റണം. നമുക്ക് വേണ്ടത് ഒരു ആത്മീയ വേൾഡ് തരുന്ന സന്തോഷമാണ്. അല്ലാതെ ഈ ലോകം തരുന്ന ഒരു മെക്കാനിക്കൽ വേൾഡിൽ സന്തോഷിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് പറ്റില്ല. കാരണം മെക്കാനിക്കൽ വേൾഡ് തരുന്ന സന്തോഷം, ആനന്ദം അതിന് നീളമില്ല, അതിന് ആയുസില്ല. കാരുണ്യ പ്രവൃത്തിയിലൂടെയും പ്രാർത്ഥനയിലൂടെയും സന്തോഷം കണ്ടെത്താൻ നമുക്ക് സാധിക്കണം. കാരണം നമ്മുടെ ലക്ഷ്യം സ്വർഗമാണ്. നോക്കൂ, നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ പോകുന്ന വഴിക്ക് നമ്മൾ വഴിയരികിൽ ഒരു യാചകനെ കാണുന്നു. ആ യാചകന് നമ്മൾ ഒരു ഗ്ലാസ് ചായ അല്ലെങ്കിൽ 2 കഷ്ണം റൊട്ടി കൊടുത്ത് നമ്മൾ പോയി ഭക്ഷണം കഴിച്ച് വീട്ടിലേക്ക് തിരിച്ചു വന്നാൽ നമ്മൾ കഴിച്ച ആ ഭക്ഷണത്തിന്റെ ആ സമയത്തുള്ള ആ സന്തോഷം അസ്തമിച്ചു കാണും. പക്ഷേ കുറേ നാളത്തേക്കെങ്കിലും ആ യാചകൻ ആ ബ്രെഡ് കഴിക്കുമ്പോൾ ആ യാചകന്റെ മുഖത്തിലുള്ള സന്തോഷം, ഒരു ആനന്ദം, അതിൽ ജീവിക്കാൻ നമുക്ക് കഴിയണം. ഇങ്ങനെ നാം ഓരോ പ്രയത്നവും നമ്മുടെ സ്വർഗത്തിലേക്ക് നമ്മൾ കരുതലായി വെക്കണം. ഇതൊക്കെയാണ് സന്തോഷം, ഇതൊക്കെയാണ് ആനന്ദം. നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് അവിടത്തേക്കുള്ള യാത്രയാണ്. നല്ല ഹോട്ടലിലെ മുന്തിയ ഭക്ഷണമല്ല, നല്ല വിലപിടിപ്പുള്ള വാഹനത്തിലെ യാത്രയല്ല, ബാങ്ക് ബാലൻസിന്റെ തൂക്കമല്ല, വലിയ മണിമാളികയിലെ ജീവിതമല്ല നമുക്ക് സന്തോഷം നൽകുന്നത്. പിന്നെയോ ഒരു സ്വർഗീയ ഒരു അരൂപി, അതാണ് നമുക്ക് എന്നും ആനന്ദം നൽകുന്നത്. അല്ലാതെ നമ്മൾ ബ്രെയിനിന്റെ ഒരു ഡോപാമിൻ ട്രാപ്പിലേക്ക് വീണ് നാം നമ്മുടെ ജീവിതം കളയരുത്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ ലൈഫ് ചേഞ്ച് ആവാൻ വേണ്ടിയിട്ട്, ഒരു സ്വർഗീയ ആനന്ദം നമ്മളിലേക്ക് നിറയാൻ വേണ്ടിയിട്ട് പരിശുദ്ധ അമ്മയോടൊപ്പം ചേർന്ന് കൊണ്ട് സ്വർഗത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ആ ഈശോ നമുക്ക് വേണ്ടിയാണ് ബലിയായത്. ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട്, നമ്മളിൽ ആനന്ദം നിറക്കാൻ വേണ്ടിയിട്ട് ആ ഈശോ ഇന്നും ജീവിക്കുന്നു. കാരണം അവൻ ഇന്നും ജീവിക്കുന്നവനാണ്. എല്ലാവർക്കും സ്തുതിയായിരിക്കട്ടെ.